ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിലോ നമ്മളൊരു സ്വിംഗ് ട്രേഡർ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഉറപ്പായിട്ടും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ കാണുന്ന ആദ്യം നമ്മൾ എന്താണ് കാണുന്നതെന്ന് നോക്കുന്നത്, ഇവിടെ നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നിഫ്റ്റിയാണ്, വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ഓരോ ക്യാൻഡിലും ഓരോ ടൈം ഫ്രെയിമിനെയാണ് സൂചിപ്പിക്കുന്നത്, ഓരോ ആഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണെന്ന് നോക്കി, ഓരോ ക്യാൻഡിലും ഓരോ ആഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് നമുക്ക് കാണാം, എല്ലാം ഓരോ വീക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു വന്ന ടോപ്പിക്കിലേക്ക് വരാം, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മളൊരു ഇൻവെസ്റ്ററുടെ പേഴ്സ്പെക്റ്റീവിലൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡർ ആണെന്ന് കരുതുക. നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ഫോർ ഇൻവെസ്റ്റേഴ്സ്, മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചാർട്ടൊക്കെ നോക്കുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ചാർട്ടിൽ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് മാർക്കറ്റ് ഒരു ഫോള് കാണാം, ഒരു അപ്സൈഡ് റാലി കാണാം, ഫോള് കാണാം, അപ്സൈഡ് റാലി കാണാം, ഫോള് കാണാം, പിന്നെ അപ്സൈഡ് റാലി കാണാം. ഇതിങ്ങനെ മാർക്കറ്റിൽ ഇതേപോലെ ഇങ്ങനെ ഒരു വേവ് പോലെ അപ്സൈഡും ഡൗൺ സൈഡ് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ പലപ്പോഴും നമ്മളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ മാർക്കറ്റ് ഫോളോ ആവുന്നതുണ്ടല്ലോ, അതായത് ഇവിടേക്ക് ഫോള് വരുന്ന കാണാം, ഇവിടേക്ക് ഫോള് വരുന്ന കാണാം, ഇവിടേക്ക് ഫോള് വരുന്ന കാണാം. അപ്പോൾ ഈ ഫോളുകൾ എപ്പോഴാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും. എല്ലാ സമയത്തും അല്ല, അല്ലെങ്കിൽ പിൻ പോയിന്റ് ചെയ്ത് മാർക്കറ്റ് കൃത്യം ഈ ക്യാൻഡിലിൽ നിന്ന് ഫോള് വരും അങ്ങനെയല്ല. മാർക്കറ്റ് തന്നെ ഇവിടെ ഒരു ഫോള് കണ്ടിട്ടില്ലേ, ഒരു നല്ല ഫോള് കണ്ടിട്ടില്ലേ. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുമ്പോൾ തന്നെ മാർക്കറ്റ് നമുക്കൊരു വാർണിംഗ് തരും, ഒരു ഫോളിനുള്ള വാർണിംഗ് നമുക്ക് പലപ്പോഴും തരാറുണ്ട്, നമ്മൾ കാണാത്തതാണ്. അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. ഇത് നമുക്ക് ട്രേഡിംഗ് വ്യൂ ഉള്ള എല്ലാവർക്കും വളരെ ഫ്രീ ആയിട്ട് ചാർട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സിന് എസ്പെഷ്യലി യൂസ്ഫുൾ ആവും എന്ന് കരുതുന്നു. ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഒരു മാർക്കറ്റ് മുകളിലേക്ക് അപ്സൈഡ് പോകുന്നതിനും താഴേക്ക് വലിയ ഫോളുകൾ വരുന്നതിനും പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മാർക്കറ്റ് തരുന്ന ഏണിങ്സ്, റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് തരുന്ന റിട്ടേൺസ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. അതായത് ഇവിടെ കണ്ടോ, ഒരു അപ്സൈഡ് റാലി തന്നിരിക്കുന്ന മാർക്കറ്റ് കണ്ടോ. ഇത്തരം വലിയ റിട്ടേൺസ് തരുന്ന സമയത്ത് മാർക്കറ്റ് പിന്നെയും അപ്സൈഡ് പോകുന്നതിനേക്കാൾ മാർക്കറ്റ് സെല്ലേഴ്സ് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിൽ വാർണിങ്ങുകൾ കിട്ടുന്നത്? മാർക്കറ്റ് ഫോളോ ആവാൻ പോകുന്നതിന് മുൻപും മാർക്കറ്റ് അപ്സൈഡ് പോകുന്നതിന് മുൻപും ഒക്കെ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകളുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് എപ്പോഴും ഓർക്കുക. ഈ ഒരൊറ്റ റീസൺ മാത്രം വെച്ചല്ല മാർക്കറ്റ് അപ്സൈഡ് ഡൗൺ സൈഡ് പോകുന്നത്. അതിൽ അപ്സൈഡും ഡൗൺ സൈഡും പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായ ഏണിങ്സിനെ പറ്റി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് കണ്ടോ, നമുക്ക് താഴെ മാർക്കറ്റിൻ്റെ ഏണിങ്സ് ആണ് ഞാൻ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നിഫ്റ്റി തന്നിരിക്കുന്ന റിട്ടേൺസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം, ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് ഞാനത് ചെയ്ത് അയക്കാവുന്നതാണ്, ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? ഇത് മാർക്കറ്റിൻ്റെ ഏണിങ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റിൻ്റെ ഏണിങ്സ് വളരെയധികം കൂടുന്ന സിറ്റുവേഷൻസ്, മാർക്കറ്റിൻ്റെ ഏണിങ്സ് വളരെയധികം കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഇവിടെ കാണാം. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഗ്രീൻ ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൻ്റെ ഏണിങ്സ് വളരെയധികം നെഗറ്റീവ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൂവ്, അതായത് ഒരു ഗ്രീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രീൻ ഏരിയയിലേക്ക് ഈ ഒരു ഏണിങ്സിൻ്റെ ഈ ഒരു ചാർട്ട് കണ്ടോ, ഈ ലൈൻ ചാർട്ട് എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്ന് ഒരു വലിയ അപ്സൈഡ് മൂവ് നടത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഡിമാൻഡ് ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണെന്നുള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഇനി എന്താണ് ഈ യെല്ലോ എന്ന് പറഞ്ഞൊരു വാണിംഗ് ആണ്. മാർക്കറ്റ് ഒരു എബോവ് ആവറേജ് റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ എത്തിയാലും ഒരു ചെറിയ ഫോളിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു വാണിംഗ് ആണ്, എബോവ് ആവറേജ് ആയിട്ടുണ്ട്, മാർക്കറ്റ് എബോവ് ആവറേജ് റിട്ടേൺസ് ആയിട്ടുണ്ട് എന്നതാണ് ഈ ഒരു സോണ് നമുക്ക് കാണിച്ചു തരുന്നത്.
ഇനി റെഡ് സോൺ എന്താണ്? ഇത് എക്സ്ട്രീംലി ഹൈ റിട്ടേൺസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ചില സമയത്ത് മാർക്കറ്റ് എക്സ്ട്രീംലി ഹൈ റിട്ടേൺസ്, അതായത് വളരെയധികം റിട്ടേൺസ് മാർക്കറ്റിൽ ചെറിയ ടൈം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനി മാർക്കറ്റിൽ അഗ്രസീവ് ആവാൻ അല്ലെങ്കിൽ വളരെ വലിയ എമൗണ്ടൊക്കെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം അല്ല എന്നതാണ് മാർക്കറ്റിൻ്റെ ഏണിങ്സ് ഇത്രയധികം കൂടി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. പലർക്കും പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു റെഡ് സോണിൽ നിൽക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും. അത് ഈ ഒരു കാര്യം നോക്കാൻ പലർക്കും അറിയില്ല. അപ്പോൾ അത് അറിയാത്തത് കൊണ്ട് ഇവിടെയൊക്കെ നിൽക്കുമ്പോഴായിരിക്കും പലരും എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ കൊണ്ട് ഒരുപാട് വലിയ തുകകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും മാർക്കറ്റ് ഫോളോ ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാർക്കറ്റിൽ അഗ്രസീവായിട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്ക് അറിയാവുന്ന ഒരു നോളേജ് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നത് മാത്രമാണ്. ഓക്കെ, ഉപയോഗിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് നമ്മുടെ ട്രേഡിംഗ് വ്യൂ എന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്ന കാര്യം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇൻവെസ്റ്ററിൻ്റെയും ഒരു സ്വിംഗ് ട്രേഡറിൻ്റെയും എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് സംസാരിക്കുന്നത് മൊത്തം. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു ഡിമാൻഡും ഇതൊരു വാർണിങ്ങും ഇത് എക്സ്ട്രീംലി ഹൈ റിസ്ക് ആണ് എന്നതാണ് ഈ 3 ഏരിയാസ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിത് അവസാനത്തെ ഒരു 25 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്ന അവസാനത്തെ 1-2 വർഷമല്ല, 25 ഇയേഴ്സോ അതിന് മുകളിലോ എത്രത്തോളം ചാർട്ട് അവൈലബിൾ ആണോ അത്രത്തോളം ഡേറ്റ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇത് കറക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവും. ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തൊട്ട് നോക്കിയേ, ഇവിടെ നമ്മുടെ മാർക്കറ്റ് കണ്ടോ, നമുക്ക് ഈ ഒരു ചാർട്ട് ആദ്യം ഫോളോ ചെയ്യാം. മാർക്കറ്റ് ഇവിടെ നോക്കി, ഈ ഒരു ഏരിയ എത്തുമ്പോൾ 24 ജൂൺ എത്തുന്ന സമയത്ത്, അതായത് ജൂൺ എത്തിയ സമയത്ത് താഴെ ഡേറ്റ് കാണാമെന്ന് കരുതുന്നു, ഇവിടെ ഡേറ്റ് കാണാമെന്ന് കരുതുന്നു. 24 ജൂൺ എത്തിയ സമയത്ത് മാർക്കറ്റ് നമ്മുടെ എബോവ് ആവറേജ് റിട്ടേൺസ് തന്ന ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്താണ്, ഇവിടെ എത്തുന്ന സമയത്ത് ഒരു വാർണിംഗ് ആണ് മാർക്കറ്റ് തരുന്നത്. എബോവ് ആവറേജ് റിട്ടേൺസ് ആയിട്ടുണ്ട്, മാർക്കറ്റിൽ ഫോള് വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം മാർക്കറ്റ് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ആ സമയത്ത് മാർക്കറ്റ് ഫോളോ ആവുകയൊന്നുമല്ല, ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ചാർട്ടും ഇതും കൂടെ ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, ഇത് കണ്ടോ, മാർക്കറ്റ് ആ സമയത്ത് ഇവിടെ നിൽക്കുകയാണ്, ഈ ഏരിയയിൽ നിൽക്കുകയാണ്, ഏകദേശം ഇവിടെ ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഒരു വലിയ ഫോള് കണ്ടോ, ഇവിടെ ഒരു വലിയ, ഇത് പലരും ഈ ഫോളിൽ പെട്ടുപോയവരൊക്കെ ഉണ്ടാവും. ഈ ഒരു വലിയ ഫോള്, ആ ഫോൾ എത്തുന്നതിന് മുൻപ് ഏകദേശം ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ തന്നെ, ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഏണിങ്സിൽ എന്താ തരുന്നത്, എബോവ് ആവറേജ് ഏണിങ്സ് ആയിട്ടുണ്ട്, ഒരു വാർണിംഗ് ആണ്. ഇനി ഉടനെ ഫോൾ ഉണ്ടാവുന്നതല്ല, ഇനി മാർക്കറ്റിൽ അഗ്രസീവായിട്ട് എൻ്റർ ചെയ്യാൻ, അതായത് വലിയ തുകയൊക്കെ വെച്ച് എൻ്റർ ചെയ്യുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇക്വിറ്റിയിൽ നമ്മുടെ ഷെയർസിൽ വളരെ അഗ്രസീവായിട്ട് എൻ്റർ ചെയ്യുന്ന കുറച്ച് റിസ്ക്കിയാണ് എന്നത് ഇവിടെ വെച്ച് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, നമുക്കൊരു സൂചന നൽകുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം കുറച്ച് മാർക്കറ്റ് അപ്സൈഡ് പോയതിന് ശേഷം കണ്ടോ, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിലൊരു, ഇത് വീക്ക്ലി ക്യാൻഡിലാണ്, അപ്പോൾ ഇത് ചെറിയ ഫോളല്ല, മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു കറക്ഷൻ ഇവിടെ സംഭവിച്ചതാണ്. ഇവിടെയൊക്കെ വെച്ച് വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിൽ എൻ്റർ ആയവർക്ക് ഈ ഒരു ഏരിയയിലൊക്കെ എന്ത് ചെയ്യുക, പലർക്കും ആ ലോസ് ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല, ഇപ്പോഴും ആ ലോസ് റൺ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവിടേക്ക് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അഗ്രസീവായിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് പുറകോട്ട് പോകാം. ഇതിപ്പോൾ എന്നത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, 2024 ആണ്. ഇനി അതിന് മുൻപ് നമുക്ക് അഗ്രസീവ് റിട്ടേൺ തന്ന മറ്റൊരു ഏരിയ നോക്കാം. ഇത് കണ്ടോ, ഇവിടെയും അതേപോലെ യെല്ലോ ഏരിയയിൽ മാർക്കറ്റ് എത്തിയുണ്ടോ, അതാണ്ട് ഇവിടെ താഴെ യെല്ലോ കാണാം, കണ്ടോ, യെല്ലോ ഏരിയ, അതായത് എബോവ് ആവറേജ് റിട്ടേൺസ് എത്തിയിട്ടുണ്ട്, മാർക്കറ്റ് വാർണിംഗ് തന്നിരിക്കുകയാണ്, എബോവ് ആവറേജ് റിട്ടേൺസ് ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ മാർക്കറ്റ് ആ ഒരു വാർണിംഗ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എക്സ്ട്രീം റെഡിലോട്ട് പോയേക്കാണ്, അതിനുശേഷം റെഡിലേക്ക് പോയി. ഇതൊരിക്കലും നമുക്ക് അറിയാൻ പറ്റില്ല റെഡിൽ പോകുമെന്നുള്ളത്, പക്ഷെ നമുക്ക് ഇവിടെ വെച്ച് വാർണിംഗ് കിട്ടിയല്ലോ, ഇവിടെ വെച്ച് തന്നെ വാർണിംഗ് കിട്ടിയല്ലോ. അതിനുശേഷം മാർക്കറ്റിൽ എന്താ നടന്നതെന്ന് നോക്കി, മാർക്കറ്റ് നേരത്തെ സംഭവിച്ചാൽ കുറച്ചുകൂടെ അപ്സൈഡ് പോയി, പിന്നെ ഒരുപാട് മാസങ്ങളോളം മാർക്കറ്റ് താഴേക്കായിരുന്നു. ഇത് വീക്കിലിയാണ്, ഇത് 1-2 ദിവസമല്ല, ഒരു മാസമൊന്നുമല്ല, ഒരുപാട് മാസങ്ങളോളം, ഒരു വർഷത്തോളം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ സൈഡ് മൂവ് ആയിരുന്നു. പലർക്കും ഹ്യൂജ് ലോസ് ഉണ്ടായ ഒരവസ്ഥ. പക്ഷെ നമുക്കിതായി ഇവിടെ വെച്ച് തന്നെ എല്ലാവരും എത്തി എപ്പോഴാന്ന് നോക്കി, ഈ അപ്സൈഡ് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏണിങ്സിൻ്റെ വാർണിംഗ് ലഭിച്ചതാണ്. ഇനി മാർക്കറ്റിൽ അഗ്രസീവായിട്ട് എൻ്റർ ആവാൻ പാടില്ല, ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ച് നല്ലതല്ല, ഇവിടെ എത്തിയിട്ട് നല്ലതല്ല എന്നുള്ളത് മാർക്കറ്റ് തന്നെ പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇനി നമുക്ക് പുറകോട്ട് പോകാം.
നമുക്ക് പുറകോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഗ്രീനിൽ കാണാം, കണ്ടോ മാർക്കറ്റ് ഗ്രീൻ സിറ്റുവേഷനിൽ ആ ഒരു ഡിമാൻഡിൽ എത്തുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് കൊറോണ ഫോളാണ്. കൊറോണ ഫോളുള്ള സമയത്ത് മാർക്കറ്റ് ഇവിടെ കണ്ടോ നെഗറ്റീവ്, ഈ ഒരു ഗ്രീൻ നമ്മൾ പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഡിമാൻഡാണ് വരാനാണ് മാർക്കറ്റിൽ സാധ്യത കൂടുതൽ. നെഗറ്റീവ് റിട്ടേൺസ് വന്നു കഴിഞ്ഞാൽ ഡിമാൻഡ് വരുന്ന സാധ്യത കൂടുതലാണ്. അവിടെ നിന്നാണ് മാർക്കറ്റിൽ പിന്നെ ഹ്യൂജ് ഒരു റാലി വന്നത്, കണ്ടോ മാർക്കറ്റിൽ അവിടെ നിന്നൊരു ഹ്യൂജ് ആ ഒരു ഗ്രീനി എത്തിയതിന് ശേഷം നെഗറ്റീവ് ആ ഒരു റിട്ടേൺസ് ഗ്രീനി എത്തിയതിന് ശേഷം മാർക്കറ്റിൽ ഒരു ഹ്യൂജ് റാലി വന്നുണ്ടോ. ഇത്തരം ഇവിടെയൊക്കെ മാർക്കറ്റ് ഇത്തരം സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ കുറച്ചൊക്കെ റിസ്ക് ഒക്കെ എടുത്ത് ഒരു അഗ്രസീവ് എൻട്രി ഒക്കെ നടന്ന് ഇത്തരം ഗ്രീൻ സോണുകളിൽ റിട്ടേൺസ് എത്തുമ്പോഴാണ്. അതായത് ഇവിടെയും കണ്ടോ മാർക്കറ്റ് ഒരു ഗ്രീൻ അടുത്തെത്തി നമുക്ക് ഇവിടെ കാണാം. കണ്ടോ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ ഗ്രീനിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ ഗ്രീനിലോട്ട് മാർക്കറ്റ് എത്തി, മാർക്കറ്റ് ഇവിടെയാണ് കണ്ടോ. ആ ഗ്രീൻ സോൺ എത്തിയതിന് ശേഷം പിന്നെ മാർക്കറ്റ് എന്താ സംഭവിച്ചെന്ന് നോക്കി, ഇവിടെ നിന്നൊരു ഹ്യൂജ് റാലി അല്ലേ വന്നത്, അവിടെ നിന്നൊരു സ്ട്രോങ് അപ്സൈഡ് റാലിയാണ് വന്നത്. പിന്നെ നമ്മുടെ യെല്ലോയിലെത്തി അവിടെ നിന്ന് ഫോൾ വന്നു. ഇനി പുറകോട്ട് പോകാം. നമുക്ക് എല്ലാം ഞാൻ പറയുന്നത് 1, 2, 5, 10 വർഷമല്ല, ഏത് ഡേറ്റ് വേണമെങ്കിലും എടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ ഇവിടെ വാണിംഗ് വന്നത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ ഇവിടെ വാണിംഗ് വന്നത് നമുക്ക് കാണാം. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ വാണിംഗ് വന്നത് കാണാം. അതിനുശേഷം പിന്നെ മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് ഇവിടെ വെച്ച് വാണിംഗ് വന്നിരിക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റിൽ കണ്ടോ ഇവിടെ ഒരു ഫോളോ, ആ ഒരു 2-3 മാസം ഫോളോ വന്നു, ഒരു റാലി, പിന്നെ ഫോള്, പിന്നെ ആ മാർക്കറ്റ് അപ്സൈഡ് പോയിരിക്കുന്ന ഈ ഗ്രീനി എത്തിയതിന് ശേഷം മാത്രമാണ്. അതുവരെ പിന്നെ മാർക്കറ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ അപ്സൈഡ് മാർക്കറ്റ് പുതിയ ഹൈ പോവും ഫോളോ വരും, പുതിയ ഹൈ പോവും ഫോളോ വരും, കണ്ടോ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ മാർക്കറ്റിൽ ഒരു വലിയ ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് വലിയ ഫോൾ ഒരു റാലി വരുന്നത് ഈ ഗ്രീനി എത്തിയതിന് ശേഷം മാത്രമാണ്. അത്രയും ടൈം മാർക്കറ്റ് കണ്ടോ ഈ ഒരു ചെറിയ റേഞ്ചിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യരുതോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യരുതോ എന്നല്ല, ഹൈ ആയിട്ടുള്ള റിസ്ക് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക എന്നതാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റിൽ ഇവിടെ കണ്ടോ ഇവിടെ മാർക്കറ്റ് നല്ല ഡിമാൻഡ് ഉള്ള ഏരിയയിൽ മാർക്കറ്റിൻ്റെ റിട്ടേൺസ് എത്തിയിരിക്കുകയാണ്. കണ്ടോ ഇവിടെ എത്തിയപ്പോൾ കണ്ടോ അവിടെ നിന്ന് ഒരു സ്ട്രോങ് റാലി കണ്ടോ, എത്ര വലിയ റാലിയാണ് വന്നിരിക്കുന്നതെന്നുണ്ടോ ഗ്രീനി എത്തിയ സമയത്ത് ആ ഒരു ഓർമ്മ. ഇതിപ്പോൾ ഡേറ്റ് നോക്കിയേ 2016 നമ്മൾ ഇവിടെ എങ്ങും നിൽക്കുകയല്ല, 2016 25 മുതൽ ഇപ്പോൾ 10 വർഷമായി കഴിഞ്ഞു. നമുക്ക് ഇനി പുറകോട്ട് പോവാം. ഇനി നെക്സ്റ്റ് മാർക്കറ്റ് കണ്ടോ ഈ ഒരു നമ്മുടെ വാണിംഗ് സോണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്താണ് വാണിംഗ് ആണ്. ഇവിടെ എത്തുമ്പോൾ യെല്ലോയിൽ എത്തുമ്പോൾ വാണിംഗ് ആണെന്ന് പറഞ്ഞു. ആ വാണിംഗ് എപ്പോഴാണ് തരുന്നതെന്ന് നോക്കിയത് ഇവിടെ ഡേറ്റ് ഒക്കെ താഴെ കാണാം, 9 മാർച്ച് 2015. ഓക്കെ, ആ ഒരു സമയം എത്തിയപ്പോഴത്തേക്ക് മാർക്കറ്റ് എന്ത് തന്നിരിക്കുകയാണ്, ഒരു ഹൈ റിട്ടേൺസ് അല്ലെങ്കിൽ എബോ ആവറേജ് റിട്ടേൺസ് വാണിംഗ് തന്നിരിക്കുകയാണ്. മാർക്കറ്റ് അവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ മനസ്സിലായി ഇനി മാർക്കറ്റിൽ റിസ്ക് എടുക്കാൻ പാടില്ല, ഹൈ റിസ്ക് എടുക്കാൻ പാടില്ല. മാർക്കറ്റ് അവിടെ നിന്നൊരു ഹ്യൂജ് ഫോള് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും, കണ്ടോ ഹ്യൂജ് ഫോൾ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം അത് മനസ്സിലാവുകയാണ്. ഇനിയും പുറകോട്ട് പോകാം, നമുക്ക് ഇനിയും പുറകോട്ട് പോകാം. ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയയിൽ എത്തിയുണ്ടോ മാർക്കറ്റ്. ഈ ഒരു ഡേറ്റ് നോക്കിക്കോളൂ, 2011 3 ഒക്ടോബർ. ഈ സമയത്ത് മാർക്കറ്റ് ഗ്രീൻ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്, കണ്ടോ ഗ്രീൻ ഏരിയയിലാണ് നിൽക്കുന്നത് 2011 ഒക്ടോബർ, കണ്ടോ ഈ ഒരു റേഞ്ചിൽ. അതിനുശേഷം മാർക്കറ്റ് പയ്യെ ഒരു അപ്സൈഡ് ക്രിയേറ്റ് ചെയ്ത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പയ്യെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, പിന്നെ അവിടെ നിന്ന് റാലിയാണ്. പിന്നെ അവിടെ നിന്ന് ഹ്യൂജ് ഫോൾ ഒന്നും വന്നിട്ടില്ല, കണ്ടോ ആ ഒരു ഡിമാൻഡിൽ നിന്ന് ട്രേഡ് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വലിയ റിട്ടേൺസ് വന്നിട്ടുണ്ട്. അതേസമയം ഇനി ഇത് നോക്കി, അടുത്തതാണ്ട് ഇത് നോക്കി, എക്സ്ട്രീമിൽ റെഡിലെത്തിയുണ്ടോ മാർക്കറ്റ്. ഇവിടെയൊക്കെ പോയി ഈ റെഡ് സോണിൽ ഇവിടെ എത്തിയപ്പോൾ ബൈ ചെയ്ത സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബൈ ചെയ്ത സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. ഇവിടേക്ക് പോയിട്ട് ബൈ ചെയ്ത ആൾക്കാരുണ്ടാവും. ഈ ഡേറ്റ് നോക്കൂ, 2010 നവംബറിൽ മാർക്കറ്റ് റെഡ് സോണും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വലിയ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടു. ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടോ മാസങ്ങളോളം മാർക്കറ്റ് ഡൗൺ സൈഡ് പോയിരിക്കുന്നുണ്ടോ, മാസങ്ങളോളം പോയിട്ടുണ്ട് മാർക്കറ്റ്. 1 വർഷത്തോളം മാർക്കറ്റ് ഹ്യൂജ് ഫോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെഡിലൊന്നും എത്തുമ്പോൾ മാർക്കറ്റ് ഇതാ ഇവിടെ നിന്ന് വാണിംഗ് തരികയാണ്, കണ്ടോ നമുക്ക് ഇങ്ങൊന്നും എത്തണ്ട. മാർക്കറ്റ് ഇതാ ഇവിടെ തന്നെ കണ്ടോ ഈ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് വാണിംഗ് തന്നിട്ടുണ്ട്, ഒരു ഫോളിനുള്ള വാണിംഗ് ഇവിടെ തന്നെ കണ്ട് ഇതിന് നേരെ ഇവിടെ തന്നെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഡേറ്റ് കാണാം, സെപ്റ്റംബർ 2010 തന്നെ മാർക്കറ്റ് വാണിംഗ് തന്നിട്ടുണ്ട്. ഇനി അഗ്രസീവ് പൊസിഷൻ എടുക്കരുത്, എടുത്താൽ ഇതാ പെട്ടു, ഇതിനുള്ളിൽ നമ്മൾ പെട്ടു. സോ അത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡേറ്റ് എവിടെ എത്തി 2011. ഇനിയും പുറകോട്ട് പോകാം, നമുക്ക് എത്ര വർഷം വേണമെങ്കിലും പുറകോട്ട് പോകാം. ഇനി നെക്സ്റ്റ് ഇതാ ഇവിടെ കണ്ടോ മാർക്കറ്റ് ഒരു ഡിമാൻഡ് സോണിൽ നിൽക്കുന്നുണ്ടോ, ഏതാണ് ഡേറ്റ് ഏതാണ് ഇത് നോക്കൂ.
19 ജാനുവരി 2009 നമ്മൾ കാണുന്നത്. അവിടെയൊക്കെ ഒരു ഡിമാൻഡ് സോണാണ്. അതായത് ഇവിടെയൊക്കെ ഈ റേഞ്ചൊക്കെ ഒരു ഡിമാൻഡ് സോണാണ്. അതാണ്ട് ഇവിടെ ചാർട്ടും കൂടെ നോക്കിക്കോളൂ. അത് ചാർട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് ഈ ഒരു ഏരിയ കണ്ടോ, എല്ലാവരും കാണാമായിരുന്നു. ഡിമാൻഡ് സോണിലാണ്. അവിടെയൊക്കെയാണ് നമ്മൾ അക്യുറസി എടുക്കുമ്പോൾ കണ്ടോ മാർക്കറ്റിൽ വലിയ റാലി വരുന്നത് കണ്ടോ ആ ഒരു സമയത്തൊക്കെ. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ മാർക്കറ്റ് എക്സ്ട്രീംലി ഹൈ പൊസിഷനിൽ നിൽക്കുന്ന സമയം കണ്ടോ, എക്സ്ട്രീംലി ഹൈയിലൊക്കെ ഇവിടെയൊക്കെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ഇവിടെ ആൾറെഡി റെഡിൻ്റെ മുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടു. വലിയ എമൗണ്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർന്നു. മാർക്കറ്റ് പറഞ്ഞാൽ ഫോള് കണ്ടോ, ആ ഒരു ഫോള്. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമാണെന്ന് തോന്നും, പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു ഏണിങ്സ് ഫോളോ ചെയ്താൽ മാർക്കറ്റിൻ്റെ സൈക്കിള് നമുക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പിന്നെയും പറയുന്നു, ഏണിങ്സ് മാത്രം വെച്ചല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, പക്ഷേ ഏണിങ്സ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ സ്വിങ് ചെയ്യുന്നവരോ ഏണിങ്സിനെ ഇതേപോലെ ഫോളോ ചെയ്യുന്നത് വളരെ 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 നല്ലൊരു കാര്യമാണ്. നമുക്കത് എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. ഈ 2026 മാർക്കറ്റിലോട്ട് പോണ സമയത്ത് ഇപ്പോഴത്തെ മാർക്കറ്റ് നിൽക്കുന്ന ഇപ്പോൾ എക്സ്ട്രീംലി ഹൈയിലും അല്ല ലോയിലും, മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, മാർക്കറ്റ് ഇങ്ങോട്ട് ഗ്രീനിലോട്ടും എത്തിയിട്ടില്ല, മാർക്കറ്റ് ഇതിലോട്ടും അല്ല. അവിടെ ഇതാണ്ട് ഈ ഒരു യെല്ലോയിൽ എത്തിയതിന് ശേഷമാണ് മാർക്കറ്റിൽ ഫോള് വന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇൻ ബിറ്റ്വീൻ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ആസ് എൻ ഇൻവെസ്റ്ററുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഞാൻ സംസാരിച്ചത്. ഇൻവെസ്റ്ററും സ്വിംഗ് ട്രേഡേഴ്സിനും ഈ ഒരു കാര്യം ഏണിങ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഒരു ലോങ് വീഡിയോ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു.